നമസ്കാരം. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു ശീലമാണ്, ഒരു പ്രവണതയാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം. ലിപ്സ്റ്റിക്ക് പെൺകുട്ടികൾ അതുപോലെ തന്നെ മറ്റ് സ്ത്രീകൾ അവരുടെ ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു പുരുഷൻ എന്ന നിലയിൽ എനിക്കിന്നേ വരെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ലിപ്സ്റ്റിക്ക് ഭംഗി കൂട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. പലപ്പോഴും പല സ്ത്രീകൾക്കും ലിപ്സ്റ്റിക്ക് അരോചകമായ ഒരു ലുക്കാണ് നൽകുന്നത്. അതായത് അവർക്ക് അത് പുരട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന ഭംഗി പുരട്ടി കഴിയുമ്പോൾ ഇല്ലാതാകുന്നതെന്ന് മാത്രമല്ല, എന്നെ സംബന്ധിച്ച് ഈ കടുത്ത നിറമുള്ള ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് അരോചകമായിട്ട് മാത്രമേ ഈ നിമിഷം വരെ തോന്നിയിട്ടുള്ളൂ. ലൈറ്റ് കളർ ഉപയോഗിക്കുന്ന ആൾക്കാർക്കത് വലിയ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതും അവരുടെ ഭംഗി കൂട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഭംഗി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഈ സാധനം യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ഭംഗിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ വലിയ ഹാനി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ ലിപ്സ്റ്റിക് ബ്രാൻഡുകൾ, വില കുറഞ്ഞ ബ്രാൻഡുകൾ ഇത്തരം പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിപണിയിലുണ്ട്. ഇവയൊന്നും തന്നെ സുരക്ഷിതമല്ല. ഇനി വില കൂടിയെന്ന് പറയുന്ന ബ്രാൻഡായാലും ശരി, എത്ര കണ്ട് സുരക്ഷിതമാണെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. കാരണം ഇവയിലൊക്കെ പലതരത്തിലുള്ള അപകടമുണ്ടാക്കുന്ന ലോഹങ്ങൾ, ലെഡ്, കാഡ്മിയം മുതലായ ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ലോഹങ്ങൾക്ക് ടോക്സിസിറ്റി ഉണ്ട്. ഒരു വ്യക്തി ചുണ്ടിലാണ് ലിപ്സ്റ്റിക്ക് പുരട്ടുന്നത് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ഇത് അവരുടെ ഉള്ളിൽ പോകും. ഇതിപ്പോൾ മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ലിപ്സ്റ്റിക്ക് അല്പം പുരട്ടി പോകുന്ന ആളെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ജോലിക്ക് പോകുന്ന പെൺകുട്ടികൾ, അല്ലെ സ്ത്രീകൾ, പഠിക്കാൻ പോകുന്ന കുട്ടികൾ, ഇവരൊക്കെ റെഗുലറായിട്ട് ഉപയോഗിക്കും. ഇങ്ങനെ റെഗുലറായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവർക്ക് പറ്റുന്ന കുഴപ്പങ്ങൾ എന്താണെന്ന് ഇവർക്കറിയാമെങ്കിൽ ഇവരൊരിക്കലും ഇത് പിന്നെ ഉപയോഗിക്കില്ല. ഒന്നാമത്തേത് ഞാനീ പറഞ്ഞ ഇതിലെ വിഷാംശം. ഈ വിഷാംശം കുറേശ്ശെ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കരൾ, അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി, ഇത് രണ്ടും തകരാറിലാവാൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഇതിൻ്റെ കൂട്ടത്തിൽ, ഈ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ കരളും കിഡ്നിയും നശിക്കാനായിട്ട് മറ്റ് ചില സാധനങ്ങൾ കൂടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേഗത കൂടും. ഉദാഹരണത്തിന്, നിങ്ങൾ ടിന്നിൽ അടച്ചു വരുന്ന, അല്ലെങ്കിൽ ഈ എയറേറ്റഡ് ഡ്രിങ്ക്സ്, കുപ്പിയിൽ അടച്ചു വരുന്ന പാനീയങ്ങൾ കുടിക്കുക. ഞാൻ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ പെൺകുട്ടികൾ ഓരോ കടയിലൊക്കെ ചെന്നിട്ട് 7up, പെപ്സി ഒക്കെ മേടിച്ച് കുടിക്കുന്നത്. ഒരിക്കലും ഒരു അച്ഛനും മകളും കൂടെ ഞാനൊരു കടയിൽ നിൽക്കുമ്പോൾ അവിടെ വന്നു. ആ പെൺകുട്ടി സ്കൂളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അവിടെ വന്നവർ എന്തൊക്കെയോ സാധനം വാങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛൻ മോളോട് പറയാണ്, നമ്മളീ ഒരു 7up വാങ്ങിച്ച് കുടിക്കടി. പെണ്ണ് പറഞ്ഞ് എനിക്ക് വേണ്ട അച്ഛാ. അവൻ സമ്മതിക്കത്തില്ല. പെൺകുട്ടി അതിൻ്റെ അപകടം മനസ്സിലാക്കിയിട്ടല്ല, അവൾക്ക് അത് വേണ്ടാന്ന് തോന്നിയിട്ട് പറഞ്ഞാണ്. പക്ഷേ ഇവൻ, ഈ പ്രായമായ വ്യക്തിക്ക്, ഈ അച്ഛന് അതേക്കുറിച്ച് യാതൊരു അവബോധമല്ല. അവൻ്റെ വിചാരം ഇതെൻ്റെ അമൃതാണെന്നാണ്. അവൻ നിർബന്ധിച്ച് ആ പെൺകുട്ടിക്ക് അത് വാങ്ങിക്കൊടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള എയറേറ്റഡ് ഡ്രിങ്ക്സ്, പെസ്റ്റിസൈഡ് അടങ്ങിയ ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് കുടിക്കുക, പാരസെറ്റമോൾ പോലെയുള്ള ഗുളികൾ തിന്നുക, അതിൻ്റെ കൂടെ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുക, ഇങ്ങനെ പലതരത്തിൽ ഉള്ളിലേക്ക് വിഷാംശം ചെല്ലുമ്പോൾ ഒരു സമയത്ത് നിങ്ങളൊരു പ്രശ്നവുമായിട്ട് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ അന്ന് ആലോചിക്കും, എങ്ങനെയാണ് എൻ്റെ കരളിന് കുഴപ്പമുണ്ടായത്? ഞാൻ മദ്യപിക്കുന്ന ആളല്ല, എനിക്ക് വേറെ ദുശീലമൊന്നുമില്ല, എന്നിട്ടും എൻ്റെ കരളെങ്ങനെ തകരാറിലായി, എന്നിട്ടും എൻ്റെ വൃക്കകൾക്ക് എന്തുകൊണ്ട് പ്രശ്നമുണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കും. പ്രശ്നം കിടക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ്. അതിൽ ലിപ്സ്റ്റിക്കിന് വളരെ വലിയ ഒരു റോളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കണം. ഈ പറയുന്ന ടോക്സിസിറ്റി മാത്രമല്ല ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ചില ആൾക്കാർക്ക് ഇത് അലർജി ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ലിപ്സ്റ്റിക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് കുറേ കാലം കഴിയുമ്പോൾ അവരുടെ ചുണ്ടുകളുടെ സ്വാഭാവിക നിറം നഷ്ടപ്പെട്ട് അത് കറുത്ത നിറത്തിലേക്ക് മാറാൻ തുടങ്ങും. നല്ല നിറമുള്ള ചുണ്ടുകളുള്ള കുട്ടികൾ പോലും ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതായത് അവർക്ക് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നാച്ചുറലായിട്ട് പിങ്ക് നിറമുള്ള ചുണ്ടുകളാണ്. എന്നിട്ടും ഈ രാസവസ്തുക്കൾ നിറഞ്ഞ, വിഷം നിറഞ്ഞ ലിപ്സ്റ്റിക്ക് വാങ്ങി അവർ ഉപയോഗിക്കുന്നു. കാരണം അവർ ചിന്തിക്കുന്നത് ഇത് പുരട്ടി കഴിയുമ്പോൾ ഭംഗി വിടുമെന്നാണ്. ഇവിടെ ഒരുപാട് മേക്കപ്പിനെ കുറിച്ച് പറയുന്ന വ്ളോഗർമാരുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പിന്നിലെ അപകടം എന്താണെന്നുള്ളത് അവരുടെ വീട്ടിലെ അവരുടെ അച്ഛനോ അമ്മയോ ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പക്ഷേ അച്ഛനും അമ്മയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ,
സെവനപ്പ് വേണ്ടാന്ന് പറയുന്ന പെൺകുട്ടിക്ക് നിർബന്ധിച്ച് സെവനപ്പ് വാങ്ങിക്കൊടുക്കുകയാണ്. ചില വീടുകളിൽ കുട്ടികൾക്ക് 1.5 ലിറ്റർ ഉള്ള വലിയ പെപ്സിയുടെ ബോട്ടിൽ വാങ്ങിച്ചങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അവരുടെ വിചാരം ഈ സാധനം ആരോഗ്യത്തിന് നല്ലതാണ്, കുട്ടികൾ കുടിച്ചു വളരട്ടെ. ആ കുട്ടികൾക്കുണ്ടാകാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവർക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്ത് കിടന്ന് കൈകാലിട്ടടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവരുടെ ആരോഗ്യം നശിപ്പിക്കുന്ന സാധനങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കണ്ടേ? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു അവബോധം നമ്മുടെ പേരൻസിന് ഉണ്ടാവേണ്ടതാണ്. നിർഭാഗ്യവശാൽ ആ അവബോധം അവർക്ക് കിട്ടുന്നില്ല. അവർക്കത് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാർ കുറവാണ്. ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ കേൾക്കാൻ ഇവർക്കോട്ട് മനസ്സുമില്ല. അപ്പോൾ ലിപ്സ്റ്റിക് ഉപയോഗിച്ചാൽ അത് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ നിറം കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഇതേ സാധനം തന്നെ നിങ്ങളുടെ ചുണ്ടുകളുടെ സ്വാഭാവിക നിറം നശിപ്പിക്കും. മൂന്നാമത്, കാലക്രമേണ നിങ്ങളുടെ ചുണ്ടുകളുടെ തൊലി ഇളകി വരാനും ചുണ്ടുകൾ വിണ്ടു കീറാനും തുടങ്ങും. അങ്ങനെ ഈ ലിപ്സ്റ്റിക്ക് മൂലം നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഹോർമോണുകളുടെ ഇംബാലൻസിന് ഇവ കാരണമാകും. ചില സ്ത്രീകൾക്ക് ആർത്തവമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ പോലും ലിപ്സ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. അതായത് ലിപ്സ്റ്റിക്ക് പുരട്ടിക്കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാഴ്ചപ്പാട് പറയുകയാണ്, ഇന്നേ വരെ ഒരു ഒറ്റ പെൺകുട്ടിക്ക് പോലും, ഒരു സ്ത്രീക്ക് പോലും അത് ഭംഗി കൂട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഒരിക്കലും നിങ്ങളുടെ ഭംഗി കൂട്ടുന്നില്ല, അത് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ചുണ്ടുകൾക്ക് അല്പം നിറം കൊടുക്കണം എന്നങ്ങ് തോന്നുവാണ്, ഇല്ലാതെ പറ്റില്ല. അതിന് നിങ്ങൾ സുരക്ഷിതമായിട്ടുള്ള മാർഗ്ഗങ്ങൾ, അതായത് ലിപ്സ്റ്റിക്കിന് പകരം നമ്മുടെ ആരോഗ്യം നശിപ്പിക്കാത്ത ആൾട്ടർനേറ്റീവുകളാണ് ഉപയോഗിക്കേണ്ടത്. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ബീറ്റ്റൂട്ടാണ്. നിങ്ങൾ ഒരു കഷ്ണം ബീറ്റ്റൂട്ട് എടുത്തിട്ട് അത് മുറിച്ച് നിങ്ങളുടെ ചുണ്ടിൽ ഒന്ന് തേച്ച് നോക്കുക. നല്ല ഭംഗിയുള്ളൊരു കളറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ബീറ്റ്റൂട്ടിൻ്റെ അംശം നിങ്ങളുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ചുണ്ടുകൾക്ക് നിറം നിർബന്ധമായിട്ടും കൂട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബീറ്റ്റൂട്ട് ഉപയോഗിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, ഇനി കുറേ കഴിഞ്ഞ് ഇതിൻ്റെ നിറം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊരു പേടിയുണ്ടെങ്കിൽ, ഒരു കഷ്ണം ബീറ്റ്റൂട്ട് ഒരു ചെറിയ കവറിലിട്ട് കയ്യിൽ വെക്കുക. ഇടയ്ക്കെടുത്ത് പുരട്ടി കൊടുത്താൽ മതി. ബീറ്റ്റൂട്ട്, ചെമ്പരത്തിപ്പൂവ്, അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നമുക്ക് വീട്ടിൽ തന്നെ ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. ശ്രമിച്ച് നോക്കണം. നാച്ചുറലായിട്ടുള്ള ലിപ്സ്റ്റിക്ക് സ്വന്തമായിട്ടുണ്ടാക്കി ഉപയോഗിക്കാൻ നോക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചുണ്ടുകളുടെ സോഫ്റ്റ്നെസ് കൂട്ടാനും തിളക്കം കൂട്ടാനുമായിട്ട് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ് വെണ്ണ, നെയ്യ്, വെളിച്ചെണ്ണ മുതലായവ. അതേപോലെ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഓർഗാനിക്കായിട്ടുള്ള ലിപ് ബാമുകൾ കിട്ടും. ഓർഗാനിക് ലിപ് ബാംസ് ഉണ്ടാക്കുന്ന കമ്പനികൾ ഇപ്പോൾ ധാരാളമായിട്ടുണ്ട്. അതിൽ ഏറ്റവും സേഫായിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് വാങ്ങി ഉപയോഗിക്കുക. എപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്പം പണം കൂടുതൽ മുടക്കിയാൽ ശരി, നല്ല സാധനം മാത്രമേ ഉപയോഗിക്കാവൂ. നമുക്ക് കളറ് വേണം, അതിന് വില കുറഞ്ഞൊരു സാധനം വാങ്ങി നമ്മൾ പുരട്ടുമ്പോൾ നമ്മൾ ഒരുപാട് പൈസ പിന്നീട് ആശുപത്രിയിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്താൽ പോലും നമ്മുടെ ആരോഗ്യം തിരികെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് അപകടമുണ്ടാക്കുന്ന വസ്തുക്കൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തണം. ലിപ്സ്റ്റിക്ക് പുരട്ടുമ്പോൾ നിങ്ങൾക്കറിയാം, അത് നിങ്ങളുടെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് ഡെഫിനറ്റായിട്ട് പോകും. കാര്യം ചുണ്ടിലാണ് പുരട്ടുന്നത്. നിങ്ങൾക്ക് വെള്ളം കുടിക്കാതെയും ആഹാരം കഴിക്കാൻ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കും, ആഹാരം കഴിക്കും, ഈ സാധനം അകത്ത് പോകും. കാലക്രമേണ നിങ്ങൾ ഒരു രോഗിയായിട്ട് മാറും. അതുകൊണ്ട് രോഗം വില കൊടുത്ത് വാങ്ങുന്ന ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കുക. ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം ടോട്ടലി നിർത്തുക. ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ബദലായിട്ട് ഉപയോഗിക്കാവുന്ന സുരക്ഷിതമായിട്ടുള്ള ആൾട്ടർനേറ്റീവുകൾ മാത്രം ഉപയോഗിക്കുക. വിദ്യാധനമാണ് സർവ്വധനാൽ പ്രധാനം എന്നൊരു ചൊല്ലുണ്ട്, തെറ്റാണ്. ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനം. ഹെൽത്ത് ഈസ് വെൽത്ത്. താങ്ക് യു.